ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പൂരിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ലൊരു ക്രിസ്പിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു പൂരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പൂരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2 കപ്പ് ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് മാവ് കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഗോതമ്പ് മാവ് 2 കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ, 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ്, ഞാൻ ഇപ്പോൾ 1 ടീസ്പൂണ് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം പൊടിയൊന്ന് നല്ലതുപോലെ നനച്ച് കൊടുക്കുക. ആ പൊടി അങ്ങനെ ചെയ്യണത് പൂരിക്കൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചേക്കാം. ഞാൻ ഇവിടെ 1.5 കപ്പ് വെള്ളമാണ് എടുത്തേക്കണത് ഈ മാവ് കുഴക്കാനായിട്ട്. ടൈറ്റായിട്ടൊന്ന് പൊടി കുഴച്ച് വെക്കണം. അധികം ടൈറ്റും ആകാൻ പാടില്ല കേട്ടോ. നമ്മുടെ പൂരിക്ക് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ടൈറ്റായിട്ട് കുഴക്കാൻ പറയണത്. അപ്പം നമുക്ക് പൂരിൻ്റെ മാവെല്ലാം കുഴച്ചിട്ടുണ്ട്. ഇവിടെ 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചേക്കണത് കേട്ടോ. അപ്പോൾ കുഴച്ചിട്ട് 1 അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മൂടിയിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മുടെ പൂരിയുടെ മാവ് 1 അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ പൂരിയുടെ മാവ് എങ്ങനെ ഇരിക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ല ഇങ്ങനെ കൈകൊണ്ട് കുത്തി നോക്കുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് ഒന്നുകൂടെ കുഴച്ചിട്ട് അത് നമുക്ക് ചെറിയ ഉരുളകളാക്കാം. പൂരിക്ക് എടുക്കുന്ന ഉരുളകളാക്കിയിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് അത് പരത്താനായിട്ട് ചപ്പാത്തിക്കല്ലിൽ അല്ലെങ്കിൽ പ്രസ്സിൽ വെച്ചിട്ട് നമുക്ക് പരത്താം. ഞാൻ ഇവിടെ ചപ്പാത്തിക്കല്ലിലാണ് പരത്തിയെടുക്കുക. നമുക്കൊന്ന് പൊടിയിൽ മുക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അധികം കട്ടി പാടില്ല. പരത്തുമ്പോൾ നേർമയായിട്ട് പരത്താം. അധികം നേർമയും പാടില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പൊരിക്കുമ്പോൾ ഭയങ്കര നല്ല ഇതുപോലെ ഇരിക്കും. നമ്മൾ പൊരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര നമുക്ക് എടുക്കാൻ പറ്റില്ല, അതേപോലൊക്കെ ആകും. അപ്പം നമുക്ക് അധികം കട്ടിയും അധികം നേർമയില്ലാത്ത വിധത്തിൽ പരത്തിയെടുക്കാം. അപ്പം നമുക്ക് ബാക്കിയുള്ള ഉരുളകളൊക്കെ അതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പൂരിയെല്ലാം പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണ എടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ പൂരി പൊരിച്ചാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ നമുക്ക് ഓരോ പൂരിയും ഇട്ട് കൊടുക്കുക. ആ ചൂടായ വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ തന്നെ ഇത് പൊങ്ങി വരും. നല്ല തീയിലിട്ടിട്ട് ഇത് പൊരിക്കാൻ നിൽക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നമ്മൾ ഒരുവിധം മീഡിയം തീയിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. ഇടുമ്പോൾ തന്നെ അത് പൊങ്ങി വരികയും ചെയ്യും നല്ലതുപോലെ. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൂരിയെല്ലാം ഒരേപോലെ തന്നെ അങ്ങോട്ട് പൊരിച്ചെടുക്കാം. നല്ല സോഫ്റ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ് കേട്ടോ ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള പൂരിയുടെ റെസിപ്പി നിങ്ങൾ കണ്ടല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണിത്. നമുക്ക് ഏത് കറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നമുക്ക് ഉരുളക്കിഴങ്ങ് കറിയാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.